യെസ്, പോലീസ് സ്റ്റേഷൻ. ആശുപത്രിയിൽ ലളിത വരുന്നു. രക്തം മുഴുവൻ വാർന്നു പോയിട്ടുണ്ട്. എനിക്ക് സംശയമാണ്. ഓ, ഐ സി. വ്യക്തമായിട്ടാണോ സംസാരിക്കുന്നത്? അതെ സാർ. ആരാ? ഇൻസ്പെക്ടർ അദ്ദേഹമാ. സാർ, എന്താ? ഞാൻ ഇനി ജീവിക്കില്ല സാർ. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഞാൻ ഡോക്ടറോട് സംസാരിച്ചിട്ടാ വരുന്നത്. എനിക്ക് സാറിനോട് ഒറ്റയ്ക്ക് സംസാരിക്കണം. നിങ്ങൾ എല്ലാവരും പുറത്തു പോകും. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പറയൂ. രാമുവിന്റെ മനസ്സ് മാറില്ല സാർ. എന്റെ മോളെയും കുഞ്ഞിനെയും അവ തിരിഞ്ഞു പോലും നോക്കൂല സാർ. അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. എന്റെ മോള് ചീത്തയല്ല സാർ. അവൾ ആരെയും കൊന്നിട്ടില്ല. ഞാൻ ഗസ്റ്റ് ഹൗസിൽ വാച്ചറായിരിക്കുമ്പോഴാണ് ആ സംഭവം നടന്നത്. അച്ഛൻ കുഞ്ഞിനെ തരൂ, അല്ലെങ്കിൽ അച്ഛന് ചൊവ്വേനേരം ഉണ്ണാൻ കഴിയില്ല. നീ പോടി അവിടെ നിന്ന്. നിന്നെ ഞാൻ ഇങ്ങനെയാ വളർത്തിയത്. അല്ലടാ മക്കളെ, പായസം ഒഴിക്കട്ടെ അച്ഛാ? ആദ്യം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്ക്. ഈ ആണ്ടിലെങ്കിലും ഒന്നിച്ച് ഓണം കൂടാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ ഈശ്വര. ഞങ്ങൾ പട്ടാള ക്യാമ്പിൽ ഓണസദ്യ നടത്താറുണ്ട് അമ്മ. അതിനി എത്ര വലിയ സദ്യ ആണെങ്കിലും സ്വന്തം വീട്ടിൽ സദ്യ ഉണ്ണുന്നത് പോലെ വരാൻ പോണില്ല. അത് നേരാ. ഏടാ കൊച്ചു കള്ള, നീ അപ്പൂപ്പന്റെ ഇടയിൽ ഉപ്പൊഴിച്ച് കളഞ്ഞല്ലോടാ. വേലായുധ, അതാരാണെന്ന് നോക്കി. ഹലോ, അതെ ഗസ്റ്റ് ഹൗസാ. ഓ, തമ്പി അദ്ദേഹം ഉണ്ട്. ശല്യമായല്ലോ. വീട്ടിലും കമ്പനി ഓഫീസിലും സ്വൈര്യത കിട്ടാത്തത് കൊണ്ടാണ് ഈ കണക്കുകളൊന്നും നോക്കാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെയും ആരും ഇരിക്കാൻ സമ്മതിക്കില്ല. ഓട്ടോമൊബൈൽസിന്നാ. ഹലോ, അതെ തമ്പിയാണ്. ദിവാകരൻ പണം കൊണ്ട് തന്നില്ലേ? ശരി, ഞാൻ അങ്ങോട്ട് വരാം. അളിയനാണെന്ന് കരുതിയാ വിളിച്ച് മാനേജരാക്കിയത്. അതിപ്പോ എനിക്ക് കുരിശായി. ദിവാകരൻ സാറ് മറന്നുപോയതായിരിക്കും മുതലാളി. അതെ അതെ, 24 മണിക്കൂറും ബാറിൽ കഴിയുന്നവന് എങ്ങനെ മറക്കാതിരിക്കും? ആ, ഞാനന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. താൻ ഈ പുസ്തകങ്ങളെല്ലാം എടുത്ത് രാത്രി വീട്ടിലോട്ട് വരും. എന്താ ബാല? നിങ്ങളുടെ മരുമകനെ പട്ടാള ക്യാമ്പിൽ ടെലഗ്രാം വന്നിരിക്കുന്നു. വേഗം വീട്ടിലോട്ട് ചെല്ലാൻ. എന്റെ ഈശ്വര, നാട്ടിൽ വന്നിട്ട് 4 ദിവസം തയ്ച്ചു നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. ആ, നീ പൊയ്ക്കോ, ഞാൻ ഗസ്റ്റ് ഹൗസ് പൂട്ടിയിട്ട് വന്നേക്കാം. ആ, വേലായുധ ചേട്ടൻ കേട്ടാ? വീട്ടിലൊന്ന് പോകേണ്ട അത്യാവശ്യമുണ്ട്. ആ, എന്നാലും താക്കോലിക്ക് നമ്മുടെ ഓഫീസിലേക്ക് ഒരു സ്റ്റെനോയെ കിട്ടിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ. വാടി പെണ്ണെ, ചില കാര്യങ്ങൾ മനസ്സിലാക്കാനാ. നീ ഇങ്ങനെ കരഞ്ഞാലോ? എമർജൻസി ടെലഗ്രാം അല്ലേ വന്നത്? എനിക്ക് പോവാതിരിക്കാൻ പറ്റുമോ? മോനെ, അച്ഛൻ പോയിട്ട് വരട്ടെ. ഉടനെ തിരിക്കുകയാണോ? അതെ അമ്മാവ, ഇപ്പോഴേ പോയില്ലെങ്കിൽ ഗോഹട്ടി എക്സ്പ്രസ് കിട്ടില്ല. എത്തിയാൽ ഉടനെ എഴുത്തയക്കണം. എന്നാ വൈകണ്ട. അകത്തേക്ക് പോയിക്കോ. ആ വാച്ചർ വരുന്നതിന് മുമ്പേ അവളെ പറഞ്ഞയക്കണം.
ജോലി കഴിഞ്ഞു സാർ. വെരി ഗുഡ്. ഇത് തന്നെയാണ് കമ്പനി സ്റ്റേറ്റ്മെന്റിന്റെ മോഡൽ. നേരെ ഇരട്ടി സാർ, എന്നെ കൊണ്ടുവിടണം. എന്താ ഇത്ര ധൃതി? നല്ലൊരു ജോലി കിട്ടിയതിന്റെ സന്തോഷമൊക്കെ വേണ്ടേ? എനിക്ക് ജോലി തന്നതിന് ഞാൻ എന്ന് നന്ദി ഉള്ളവളായിരിക്കും. ഈ നന്ദി പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. ഞാനൊരു പാവപ്പെട്ടവളാണ് സാർ. രാത്രി പാടുപെട്ട് ഇങ്ങോട്ട് വന്നത്. താക്കോല് ഞാൻ വീട്ടിലെത്തി. അപ്പോഴത്തെ ധൃതിക്ക് ഞാൻ അലമാരകളൊന്നും കൂട്ടാതെയാണ് പോയത്. എല്ലാം ഞാൻ പൂട്ടിക്കോളാം. നിങ്ങൾ നടക്കും. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഒന്നുമില്ല ചേട്ടാ, ഒരു ചെറിയ അബദ്ധം. എന്ത് പറ്റിയെന്ന്? മഹാഭാവികളെ, നിങ്ങളെല്ലാം മനുഷ്യ ജന്മങ്ങളാണ്. അറിവില്ലാതെ ചെയ്തു പോയതാണ്. ചേട്ടൻ ആരോടും പറയരുത്. പറയരുതെന്നു? നിങ്ങൾ ചെയ്ത കൊലപാതകത്തിന് ഞാൻ ശവം ചുമക്കണോ? വേണ്ട, കാറിൽ എടുത്തിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കാണുന്നോളാം. ചേട്ടൻ ഞങ്ങൾ ചതിക്കാതിരുന്നാൽ മതി. ശവം കായലിട്ടിരിക്കുന്നു. അതെ മുതലാളി, ഇന്നലെ രാത്രിയിൽ കാറിൽ കൊണ്ടുപോയിട്ടതാ. എന്നിട്ട് ആ പെങ്കൊച്ചിനെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന വിവരം എങ്ങനെയോ പോലീസ് അറിഞ്ഞിരിക്കുക. വേലായുധ, അവിടെ പോലീസ് വരികയാണെങ്കിൽ നീ നടന്നതെല്ലാം അതുപോലെ തന്നെ പറയണം. ദിവാകരൻ സാറ് അവന്റെ തന്തയായാലും എനിക്ക് പ്രശ്നമല്ല. ഞാൻ കമ്പനി വക ഗസ്റ്റ് ഹൗസ് ഉണ്ടാക്കിയിരിക്കുന്നത് പെമ്പിള്ളേരെ ബലാത്കാരം ചെയ്ത് കൊല്ലാനല്ല. തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം. ഇപ്പോഴാണ് മുതലാളി എനിക്ക് ധൈര്യം വന്നത്. ഞാനും ഒരു പെണ്ണിന്റെ തന്തയാണ്. ഈ നീചന്മാര് ഇനി ആരോടും ഇത് ചെയ്യാതിരിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. കഴിഞ്ഞിട്ട് വിടാ. ഞങ്ങൾ ആ പെണ്ണിന്റെ ശവം കായലിൽ കൊണ്ടിറങ്ങി തെളിവില്ലാതാക്കി. എന്നിട്ടും താൻ പോലീസുകാരോട് കണ്ടതുപോലെ പറയാൻ പോവാണല്ലേ? ഞാൻ പറയുമടാ, നിന്നെയൊക്കെ തൂക്കുമരത്തി കയറ്റിയാലേ ഈ നാട്ടിലെ പെൺപിള്ളേർക്ക് ജീവിക്കാൻ പറ്റും. എന്നാലേ താൻ കണ്ടത് പറയാൻ പോകുന്ന കൂട്ടത്തിൽ ഇപ്പൊ കാണാൻ പോകുന്ന കൂടി ചേർത്ത് പറഞ്ഞേക്കും. തങ്കമ്മേ, മോളെ, എടാ ദ്രോഹി, നീ എന്നെ വേണമെങ്കിൽ കൊന്നു, എന്റെ മോളെ വിടറ. മോളെ, എടാ ദ്രോഹി, തുറക്ക മോളെ, മോളെ തുറക്കണം. എന്റെ ദൈവമേ,
സാർ ഗസ്റ്റ് ഹൗസിലെ ഫോൺ കേടാന്നാ തോന്നുന്നത്. വിളിച്ചിട്ട് കിട്ടുന്നില്ല. നാശം. ആട്ടെ, ദിവാകരന്റെ വല്ല വിവരമുണ്ടോ? ഇന്നലത്തെ ആ സംഭവത്തിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ഏതായാലും ഞാൻ ഗസ്റ്റ് ഹൗസ് വരെ ഒന്ന് പോയിട്ട് വരാം. അലമാറയിൽ നിന്ന് ആ തോക്കിങ്ങെടുക്കും. ഓ, മുതലാളി, മുതലാളി. ദിവാകര, നീ മരിക്കണം. നീ ജീവിച്ചിരുന്ന പല പെണ്ണുങ്ങളും നശിക്കും. അത് പാടില്ല. നീ ഒരു പരമദ്രോഹിയാണ്. നിന്നെ പോലെയുള്ളവർക്ക് ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ അർഹതയില്ല. നീ ഇപ്പൊ തന്നെ മരിക്കണം. മുതലാളി, എടാ ദ്രോഹികളെ, നിന്നെ ഞാൻ വിടാൻ എന്റെ വിട. ഇതാണ് സാർ നടന്നത്. എന്റെ കാഴ്ചയും പോയി. ദിവാകരന്റെ പണവും സ്വാധീനവും കൊണ്ട് എന്റെ മോളെ കൊലപ്പുള്ളിയാക്കുകയും ചെയ്തു. നാട്ടിലെത്തിയ രാമുവിന് എല്ലാവരും കൂടി ചേർന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഭ്രാന്തനാക്കി. എന്റെ കുടുംബം മണ്ണോട് മണ്ണായി. കരയാതിരിക്കും. ഞാൻ പോയാൽ എന്റെ മോളും കുഞ്ഞും തെരുവിലാണ്. എന്നെങ്കിലും രാമു മനുഷ്യനായി തിരിച്ചു വന്നാൽ അവന്റെ കയ്യിൽ എന്റെ മോളെയും കുഞ്ഞിനെയും. ഡോക്ടർ, അപ്പൂപ്പ, എനിക്ക് മാപ്പ് തരണം. ഞാൻ ആ വീട്ടിലോട്ട് പോവില്ല. അനാഥാലയത്തിൽ പോവാ. അപ്പൂപ്പനോട് പറയാനാ ഞാൻ വന്നത്. ബാബു, ബാബു, അവിടെ എന്റെ അമ്മയല്ലേ അത്? അല്ല, ജോൽപ്പുള്ളിയാ. മോനെ, നീ എന്നെ വിട്ടു പോകല്ലേ. ഈ അമ്മയ്ക്ക് ഇനി ആരും ഇല്ലടാ. ഇല്ല, ഞാൻ വരില്ല. തങ്കമ്മേ, ഇവനെ കൂടി നിനക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവനെ കൊണ്ടുപോവുകയാണ്. സാർ, ഇവന്റെ ഉള്ളിൽ എന്തൊക്കെയോ കടന്നുകൂടിയിട്ടുണ്ട്. ഒന്നും എനിക്കറിയില്ല സാർ. ധൈര്യമായിരിക്കും. നിന്റെ അച്ഛന്റെ അവസാന വാക്കുകൾ ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. ഇവനെ നിന്നെ ഏൽപ്പിക്കേണ്ട ഒരു സമയം വരും. അന്ന് ഞാൻ ഏൽപ്പിക്കും. വാ.